Hello guys, HTML and CSS beginner tutorial series in അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് ടെക്സ്റ്റ് എങ്ങനെ CSS ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇന്നിവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യുന്നതിനെ കുറിച്ചായതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ ആഡ് ചെയ്ത കണ്ടന്റ് ഒക്കെ റിമൂവ് ചെയ്ത് ഒരു ഹെഡിങ്, ഒരു സബ് ഹെഡിങ്, പിന്നെ കുറച്ച് പാരഗ്രാഫുകൾ മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പേജിൽ ഇവിടെ ഒരു H1 ടാഗ് ഉണ്ട്, ഇവിടെ ഒരു H2 ടാഗ് ഉണ്ട്, പിന്നെ 2-3 പാരഗ്രാഫുകൾ വെറുതെ പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. HTML തൽക്കാലം അത്രയും മതി. ഇനി നമ്മൾക്ക് CSSലേക്ക് വരാം. ഈ വീഡിയോയിൽ പറയുന്നത് മെയിൻലി CSS ആണ്. CSS ഉപയോഗിച്ച് നമ്മൾക്ക് എഴുത്തുകളെ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാമെന്നും എന്തൊക്കെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന പ്രോപ്പർട്ടീസ് എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു മുന്നേയുള്ള വീഡിയോകളിൽ നമ്മൾ ചില പാർട്ടിൽ കുറച്ചൊക്കെ ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യുന്നത് നോക്കിയിരുന്നു. ഫോണ്ട് സൈസ്, ഫോണ്ട് ഫാമിലി, അതൊക്കെ നമ്മൾ യൂസ് ചെയ്തു ഓൾറെഡി. അതുപോലെയുള്ള മറ്റു ചില പ്രധാന പ്രോപ്പർട്ടീസ് ആണ് ഇതിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫോണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, എന്നാൽ നമ്മൾ അവയിലെല്ലാം കൂടി നോക്കി ടൈം കളയുന്നില്ല. നിങ്ങൾ പൊതുവെ യൂസ് ചെയ്യേണ്ടി വരുന്ന, സ്ഥിരമായി യൂസ് വരുന്ന പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ പേജ് നോക്കൂ. ഇതിലെ ഫോണ്ട് ഏതാണെന്ന് നമ്മൾ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ. എന്നാലും അത് ഒരു സിസ്റ്റം ഡിഫോൾട്ടായ ഫോണ്ട് ഫാമിലി ചൂസ് ചെയ്യുന്നു. ആ ഫോണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന എഴുത്തുകൾ മുഴുവനും. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഓരോ സിസ്റ്റത്തിൽ ഡിഫോൾട്ടായുള്ള ഫോണ്ട് ഓരോന്നാണ്. അത് ചിലപ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ വേറെ വേറെ വെബ് ബ്രൗസറിൽ പോലും ആവാം. അതുകൊണ്ട് തന്നെ ഫോണ്ട് ഫാമിലി നമ്മൾ ഡിഫൈൻ ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫോണ്ട് ഫാമിലി എന്നാണ് പ്രോപ്പർട്ടി നെയിം. ഇതിൻ്റെ വാല്യൂ ആയി നമ്മൾക്ക് സിമ്പിളായി ഒരു ഫോണ്ട് നെയിം കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ ബോഡിക്കകത്ത് ഒരു ഫോണ്ട് ഫാമിലി ഡിഫൈൻ ചെയ്യുന്നു. ബോഡിക്കകത്ത് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബോഡിയിലുള്ള എല്ലാ എഴുത്തുകളും ആ ഫോണ്ടായി മാറുമെന്നതാണ്. കാസ്കേഡിംഗ് എന്താണെന്ന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതായിരുന്നല്ലോ. ഞാനിവിടെ ഫോണ്ട് ഫാമിലിയായി സാൻസ് സെരിഫ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത ശേഷം പേജ് നോക്കാം. ഇപ്പോൾ നമ്മുടെ പേജിലെ എഴുത്തുകളുടെ ഫോണ്ട് മാറിയത് കണ്ടില്ലേ? എല്ലാം സാൻസ് സെരിഫ് എന്ന ഫോണ്ട് ആയിരിക്കുന്നു. ഇനി എന്താണ് ഈ സാൻസ് സെരിഫ് എന്ന് പറയാം. സെരിഫ് എന്നാൽ ഈ വാലുള്ള അക്ഷരങ്ങളുള്ള ഫോണ്ടുകളെ വിളിക്കുന്ന ഒരു പേരാണ്. അക്ഷരങ്ങളുടെ അറ്റത്ത് ഒരുതരം വാൽ വരച്ചതുപോലെ വരുന്നില്ലേ? അത് തന്നെ. എന്നാൽ സാൻസ് സെരിഫ് എന്നാൽ ഈ വാലില്ലാത്ത നല്ല സ്ട്രെയിറ്റ് ആയ വെണ്ടക്ക അക്ഷരം എന്നൊക്കെ പറയാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ അതിലെ സാൻസ് സെരിഫ് ഫോണ്ടാണ് ഏരിയൽ എന്നത്. എന്നാൽ നിങ്ങൾ മാക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലെ സാൻസ് സെരിഫ് ഫോണ്ട് ഹാൽവറ്റിക്ക എന്ന ഫോണ്ടാണ്. ഇത് ഓരോ OS ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ബേസിക്കലി അവ സിമിലർ ആയ ഫോണ്ട് ആയിരിക്കും. ഞാൻ വിൻഡോസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സാൻസ് സെരിഫ് കൊടുത്തപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഫോണ്ട് ഏരിയൽ ആണ്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ഒരു ഫോണ്ട് വെറുതെ കയറി അങ്ങ് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളുടെ കമ്പ്യൂട്ടറിൽ അങ്ങനെ ഒരു ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് ആ ഫോണ്ട് നമ്മൾ വെബ്സൈറ്റിൽ യൂസ് ചെയ്താൽ നിങ്ങളുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആളുകളുടെ കമ്പ്യൂട്ടറിൽ ആ ഫോണ്ട് ഉണ്ടാവില്ല. അപ്പോൾ പേജിന്റെ മൊത്തം ഭംഗി തന്നെ ഇല്ലാതാകുന്നതായി കാണാം. അതുകൊണ്ട് ഒരു ഫോണ്ട് ഫാമിലി കൊടുക്കുമ്പോൾ എപ്പോഴും കോമൺ ആയ ഫോണ്ടുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം പറയാം. ഈ സാൻസ് സെരിഫ് മാറ്റി ഞാനിവിടെ കാലിബ്രി എന്ന ഫോണ്ട് നെയിം കൊടുക്കുന്നു. സേവ് ചെയ്യാം. ഇപ്പോൾ പേജിലെ എല്ലാ എഴുത്തുകളും കാലിബ്രി ഫോണ്ടായി മാറിയില്ലേ? എന്നാൽ ഇതിനൊരു കുഴപ്പമുണ്ട്. ഈ കാലിബ്രി എന്ന ഫോണ്ട് വിൻഡോസിലുള്ള ഒരു ഫോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് മാക്കിൽ ഡിഫോൾട്ടായി വരാത്ത ഒരു ഫോണ്ടാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഫോണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് അത് ഭംഗിയുണ്ടെന്ന് വെച്ച് പേജ് ഉണ്ടാക്കിയാൽ അത് മാക്ക് യൂസ് ചെയ്ത് വിസിറ്റ് ചെയ്യുന്നവർക്ക് വളരെ ബോറിംഗ് ആയ ഫോണ്ട് ആയിട്ടായിരിക്കും കാണുന്നത് എന്നത് തന്നെയാണ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് നോക്കാം. മാക്കിൽ പോപ്പുലർ ആയ ഒരു ഫോണ്ടാണ് ഫ്യൂച്ചുറ എന്നത്. എന്നാൽ ഇത് വിൻഡോസിൽ ഡിഫോൾട്ടായിട്ട് എന്തായാലും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഫ്യൂച്ചുറ എന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ? ഫ്യൂച്ചർ കൊടുത്തപ്പോൾ ഇവിടെ സിസ്റ്റം ഡിഫോൾട്ടായ ഫോണ്ടാണ് വരുന്നത്. അതിനർത്ഥം അങ്ങനെ ഒരു ഫോണ്ട് ഈ സിസ്റ്റത്തിൽ ഇല്ല എന്നാണ്. ഫ്യൂച്ചറ എന്നത് ഒരു സാൻസ് സെരിഫ് ഫോണ്ടാണ്, എന്നാൽ ഇവിടെ വന്നത് സാധാരണ സെരിഫ് ഫോണ്ടാണല്ലോ. അപ്പോൾ അതെന്തായാലും വർക്കായിട്ടില്ല എന്ന് കാണാം. ഈ ഫോണ്ട് ഫാമിലി ഇങ്ങനെ ഇല്ലാത്ത ഫോണ്ട് വെച്ച് ഡിഫൈൻ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഒരുപോലെയാണ്. ഞാൻ ഈ പ്രോപ്പർട്ടി ഇവിടെ നിന്നും കളഞ്ഞിട്ട് നോക്കിയാലും സെയിം ഫോണ്ട് തന്നെയാണ് പേജിലുള്ളത് എന്ന് കാണാം.
ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഞാൻ ഉദ്ദേശിച്ച ഫോണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇല്ല എന്നതാണല്ലോ. ഇങ്ങനെയുള്ള പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ CSSൽ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. അതിനെയാണ് ഫോണ്ട് സ്റ്റാക്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഒരു ഫോണ്ട് നെയിം മാത്രം കൊടുക്കുന്നതിന് പകരം ഒന്നിലധികം ഫോണ്ട് നെയിം കോമ ഇട്ട് എഴുതുന്നു. ഞാനിപ്പോൾ ഇവിടെ ഫ്യൂച്ചുറ കോമ സാൻസ് സെരിഫ് എന്ന് എഴുതുന്നു. ഇങ്ങനെ എഴുതുന്നത് ഒരു ഫോൾ ബാക്ക് ഫോണ്ട് ഫാമിലി അവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് ഫോൾ ബാക്ക് എന്ന് വെച്ചാൽ CSS എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിൽ ആദ്യം കാണുന്ന ഫോണ്ട് പേജ് വിസിറ്റ് ചെയ്യുന്ന ആളുടെ ഡിവൈസിൽ ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ ആ ഫോണ്ട് ഫാമിലി അപ്ലൈ ചെയ്യുന്നു. അഥവാ ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഫോണ്ട് ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നു. അതുമില്ലെങ്കിൽ മൂന്നാമത്തേത് നോക്കുന്നു. ഇങ്ങനെ പോകുന്നു. ഇവിടെ ഇപ്പോൾ ഫ്യൂച്ചുറ എന്ന ഫോണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഡിഫോൾട്ടായ സാൻസ് സെരിഫ് ഫോണ്ട് ചൂസ് ചെയ്യുന്നു. എൻ്റെ കമ്പ്യൂട്ടറിൽ അത് ഏരിയൽ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി ഈ ഫോണ്ട് നെയിമൊക്കെ എവിടുന്ന് കിട്ടുമെന്നും ഇതൊക്കെ ഓർത്തു വെക്കണോ എന്നുമായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഡൗട്ട്. എന്നാൽ വേണ്ട, അതിനുവേണ്ടി വളരെ യൂസ്ഫുൾ ആയ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ പേര് മാത്രം ഓർത്തു വെച്ചാൽ മതി. അതാണ് CSS ഫോണ്ട് സ്റ്റാക്ക് എന്ന വെബ്സൈറ്റ്. ഞാൻ ഗൂഗിൾ എടുത്ത് CSS ഫോണ്ട് സ്റ്റാക്ക് എന്ന് സെർച്ച് ചെയ്യുന്നു. ആദ്യം വരുന്ന ലിങ്കിൽ കയറുന്നു. ഇനി ഇതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് ഫാമിലി ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ കാലിബ്രി തന്നെ എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഫോണ്ട് ഫാമിലി കോഡ് ഞാൻ കോപ്പി ചെയ്യുന്നു. ഇത് നമ്മളുടെ CSSൽ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ കാലിബ്രി കോമ കാൻഡറ കോമ സെഗോ കോമ സെഗോ UI കോമ ഒപ്റ്റിമ ഏരിയൽ സാൻസ് സെരിഫ് ഇങ്ങനെയാണല്ലോ. ഇവിടെ സംഭവിക്കുന്നത് ആദ്യം കാലിബ്രി ഉണ്ടോ എന്ന് നോക്കി ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നു. അത് അവൈലബിൾ അല്ലെങ്കിൽ തൊട്ടടുത്ത കാൻഡറ എന്ന ഫോണ്ട് ഉണ്ടോ എന്ന് നോക്കി അത് അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ ഈ സെഗോ UI എന്ന ഫോണ്ട് നെയിം കണ്ടില്ലേ? ഇതിന്റെ പേരിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ. സ്പേസ് വരുന്ന ഫോണ്ട് നെയിംസ് ഇതുപോലെ കോഡ്സിനകത്ത് കൊടുക്കുക. അല്ലെങ്കിലും വർക്ക് ചെയ്യും. എങ്കിലും പഴയ CSS പ്രകാരം ആ കോഡ്സ് മസ്റ്റ് ആയിരുന്നു. മാത്രമല്ല ഇപ്പോഴും എല്ലാവരും ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറും ലേറ്റസ്റ്റ് വെബ് ബ്രൗസറും യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്പേസ് വരുന്ന ഫോണ്ട് നെയിംസ് കോഡ്സ് കൊടുത്ത് അതിനകത്ത് ഇതുപോലെ എഴുതുന്നതാണ് നല്ലത്. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ മറ്റൊരു ഫോണ്ട് ഫാമിലി കോപ്പി ചെയ്ത് നമ്മുടെ H1 ടാഗിൽ അപ്ലൈ ചെയ്യുന്നു. ഹെഡിങ് വേറെ തന്നെ ഒരു ഫോണ്ട് ആയിക്കോട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എഴുത്തുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ്. ഈ ഹെഡിങ്ങിനും ഈ സബ് ഹെഡിങ്ങിനും ഇടയിലുള്ള ഗ്യാപ്പ് നോക്കൂ. അതുപോലെ തന്നെ ഓരോ ഹെഡിങ്ങിനും മുകളിലും താഴെയുമായി സ്പേസിംഗ് ഉണ്ട്. അതുപോലെ ഓരോ പാരഗ്രാഫുകൾക്കും മുകളിലും താഴെയും സ്പേസിംഗ് ഉണ്ട്. പാരഗ്രാഫിന്റെ ഉള്ളിലെ ഓരോ ലൈനുകൾക്കിടയിലും ഒരു സ്പേസിംഗ് ഉണ്ട്. ഇനി ഈ സ്പേസിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഇത് മെയിനായി കൺട്രോൾ ചെയ്യുന്നത് മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം എന്നീ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഡിഫൈൻ ചെയ്തില്ലെങ്കിലും ഡിഫോൾട്ട് ആയ ഒരു സ്പേസിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ ഇതൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പൊതുവെ H1 ടാഗിന്റെ ഈ മുകളിലും താഴെയുമുള്ള സ്പേസ് ഒരല്പം കൂടുതലാണ്. ബാക്കി എല്ലാത്തിൻ്റെയും ഡിഫോൾട്ടായി വരുന്നത് ഒരു ലൈൻ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട അത്രയും സ്പേസ് ആണ് വിടുന്നത്. അതായത് ഈ പാരഗ്രാഫുകൾക്കിടയിലുള്ള ഈ ഗ്യാപ്പ് നോക്കൂ. ഒരു വരി എഴുതേണ്ട ഗ്യാപ്പാണ് അവിടെ എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ഈ ഹെഡിങ്ങിന് താഴെ ഇത്ര വലിയ ഒരു ഗ്യാപ്പ് വരുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. H1 ടാഗിന്റെ CSSലേക്ക് വന്ന് ഇതിൽ ഞാൻ മാർജിൻ ബോട്ടം 0 പിക്സൽ എന്ന് കൊടുക്കുന്നു. അവിടെ ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ ആ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ടച്ച് ചെയ്തില്ല. ആ ഗ്യാപ്പ് കണ്ടാൽ തന്നെ അറിയാമല്ലോ അത് 0 പിക്സൽ ഗ്യാപ്പ് അല്ലെന്ന്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫോൾട്ടായി എല്ലാ ഹെഡിങ് ടാഗുകൾക്കും പാരഗ്രാഫുകൾക്കും ഒരു മാർജിൻ ടോപ്പ്, മാർജിൻ ബോട്ടം വാല്യൂകൾ ഉണ്ടെന്നതാണ്. ഇപ്പോൾ ഇവിടെ തൊട്ടു താഴെയുള്ള H2 ടാഗിന്റെ മാർജിൻ ടോപ്പ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് CSSൽ ഇവിടെ H2 സെലക്ട് ചെയ്ത് ഇതിനകത്ത് മാർജിൻ ടോപ്പ് 0 പിക്സൽ എന്ന് സെറ്റ് ചെയ്യാം. ഇപ്പൊ നോക്കൂ, ആ ഗ്യാപ്പ് കംപ്ലീറ്റ് ആയി പോയി കിട്ടി. ഇതുപോലെ തന്നെയാണ് പാരഗ്രാഫുകൾക്കിടയിൽ വരുന്ന ആ ഗ്യാപ്പും. ഞാനിവിടെ പാരഗ്രാഫുകളെ സെലക്ട് ചെയ്യാൻ P സെലക്ടർ ഉപയോഗിച്ച് CSS എഴുതുന്നു. ഇതിൽ ഞാൻ മാർജിൻ ബോട്ടം 50 പിക്സൽ എന്ന്
കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പാരഗ്രാഫുകൾ തമ്മിലുള്ള ഗ്യാപ്പ് 50 പിക്സലായി മാറി. 50 ഒരല്പം കൂടുതലായതുകൊണ്ട് ഞാനത് 10 പിക്സൽ ആക്കുന്നു. പക്ഷേ ഇത് ഇപ്പോഴും 10 പിക്സലിൽ കൂടുതലുണ്ട്. കാരണം പാരഗ്രാഫിന് മാർജിൻ ബോട്ടം മാത്രമല്ല, മാർജിൻ ടോപ്പ് വാല്യൂവും ഡിഫോൾട്ടായി ഉണ്ട്. സോ ഞാൻ ഇവിടെ മാർജിൻ ടോപ്പ് 0 പിക്സൽ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾക്ക് പാരഗ്രാഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. പൊതുവേ ചെയ്യുന്നത് മാർജിൻ ടോപ്പ് 0 ആയി സെറ്റ് ചെയ്ത് മാർജിൻ ബോട്ടം മാത്രം യൂസ് ചെയ്ത് ഗ്യാപ്പ് കൺട്രോൾ ചെയ്യുകയാണ്. എന്നാലും അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ ഈ ഗ്യാപ്പ് ഏതായാലും 20 പിക്സൽ ആക്കുന്നു. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഹെഡിങ്ങുകൾ തമ്മിലുള്ള സ്പേസ് നോക്കി, പാരഗ്രാഫുകൾ തമ്മിലുള്ള സ്പേസും നോക്കി. എന്നാൽ ഇനി നമ്മൾക്ക് ഈ പാരഗ്രാഫിനകത്തെ ഓരോ ലൈനുകളും തമ്മിലുള്ള ഗ്യാപ്പ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് നോക്കാം. ഇതിനെ നമ്മൾ CSSൽ വിളിക്കുന്ന പേരാണ് ലൈൻ ഹൈറ്റ്. ഇപ്പോൾ നമ്മൾക്ക് ഈ പാരഗ്രാഫിന്റെ CSSൽ വന്ന് ലൈൻ ഹൈറ്റ് 40 പിക്സൽ എന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പേജ് നോക്കൂ, ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടിയത് കണ്ടില്ലേ? ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ 40 പിക്സൽ എന്ന് കൊടുത്താൽ ഓരോ ലൈൻ തമ്മിൽ 40 പിക്സൽ ഗ്യാപ്പ് എന്നല്ല അർത്ഥം. മറിച്ച് ഒരു ലൈനിലെ അക്ഷരങ്ങളുടെ നടുവിൽ നിന്നും താഴോട്ടേക്ക് 20 പിക്സൽ ഗ്യാപ്പും മുകളിലോട്ട് 20 പിക്സൽ ഗ്യാപ്പും വീതിച്ച് നൽകുകയാണ് അവിടെ ചെയ്യുന്നത്. ലൈൻ ഹൈറ്റ് കൂടുന്തോറും ഗ്യാപ്പ് കൂടുന്നു, കുറയും തോറും ഗ്യാപ്പ് കുറയുന്നു. സിമ്പിൾ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിക്സൽ വാല്യൂസ് ആയി കൊടുക്കാം. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഫോണ്ട് സൈസ് കൂട്ടുമ്പോൾ ഈ ഫിക്സഡ് ആയ പിക്സൽ വാല്യൂ മാറുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ നല്ല മറ്റൊരു മെത്തേഡ് ഉണ്ട്. പിക്സൽ വാല്യൂ കൊടുക്കുന്നതിന് പകരം നമ്മൾക്ക് ഇവിടെ സിമ്പിളായി യൂണിറ്റ് ഒന്നുമില്ലാതെ 1 എന്ന് എഴുതാം. പേജ് നോക്കൂ, ഇങ്ങനെ 1 എന്ന് കൊടുത്താൽ ഇപ്പോൾ ഇവിടെയുള്ള ലൈൻ ഹൈറ്റ് നമ്മുടെ ഫോണ്ട് സൈസ് എത്ര പിക്സൽ ആണോ അത്രയും പിക്സൽ ആണെന്നാണ് അർത്ഥം. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു മെത്തേഡാണ്. ഈ 1 കാണാൻ വലിയൊരു ഭംഗിയില്ല, അതുകൊണ്ട് നമ്മൾക്കിത് 1.5 എന്നാക്കാം. പൊതുവെ ഇതിന്റെ നല്ല വാല്യൂ എന്ന് പറയുന്നത് 1നും 2നും ഇടയിലുള്ള വാല്യൂസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഫോണ്ട് സൈസ് എന്ന പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്ത് 30 പിക്സൽ എന്നാക്കുന്നു. ഇപ്പോൾ ലൈൻ ഹൈറ്റ് അതിനനുസരിച്ച് കൂടിയതായി കാണാം. എന്നാൽ ഞാൻ ഈ ലൈൻ ഹൈറ്റ് വാല്യൂ 10 പിക്സൽ എന്നായിരുന്നു കൊടുത്തതെങ്കിൽ എന്താവും എന്ന് നോക്കാം. സി, ഫോണ്ട് വലുതാകുന്നതിനനുസരിച്ച് ലൈൻ ഹൈറ്റ് കൂടിയില്ലെങ്കിലുള്ള പ്രശ്നം മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഇവിടെ ഫോണ്ട് സൈസ് എന്ന പ്രോപ്പർട്ടി കണ്ടു. ഇത് നിങ്ങൾ നേരത്തെ കണ്ടതായതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ഇനി ഇതുപോലെ മറ്റു കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഇനി നമ്മൾക്ക് ഫോണ്ട് സ്റ്റൈൽ എന്ന പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇതിന്റെ വാല്യൂ നമ്മൾക്ക് ഇറ്റാലിക് എന്ന് കൊടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, എഴുത്ത് ഇറ്റാലിക് ആക്കാൻ ഇങ്ങനെ ചെയ്യാം. ഇറ്റാലിക് പോലെയുള്ള മറ്റൊന്നാണ് ഒബ്ലീക്ക് എന്നത്. ഇവ രണ്ടും തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്നാലും ഇറ്റാലിക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഫോണ്ട് വെയിറ്റ്. ഇതിന്റെ വാല്യൂ ആയി നമുക്ക് ബോൾഡ് എന്ന് കൊടുക്കാം. ഇപ്പോൾ പേജിലെ പാരഗ്രാഫ് എല്ലാം ബോൾഡ് ആയത് കാണാം. എന്നാൽ ഇവിടെ കൊടുക്കാവുന്ന മറ്റൊരു വാല്യൂ ആണ് ബോൾഡർ എന്നത്. ഇവിടെ ഇപ്പോൾ ബോൾഡർ എന്ന് കൊടുത്താൽ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഒന്നും കാണില്ല, ബോൾഡ് പോലെ തന്നെയാണ്. ബോൾഡും ബോൾഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ബോൾഡ് ഒരു സ്പെസിഫിക് ആയ തിക്നെസ് അല്ലെങ്കിൽ ബോൾഡ്നെസ് ഉള്ള ടെക്സ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ബോൾഡർ എന്ന് കൊടുത്താൽ ഓൾറെഡി ഉള്ള ബോൾഡ്നെസ് ലെവലിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി ബോൾഡ് ആക്കും ടെക്സ്റ്റിനെ. ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ കൊടുക്കാവുന്ന മറ്റ് 2 വാല്യൂ ആണ് ലൈറ്റ്, ലൈറ്റർ എന്നത്. ലൈറ്റ് എന്ന് കൊടുത്താൽ ഫോണ്ട് മെലിഞ്ഞ ഫോണ്ടായി മാറുന്നു. ഇപ്പോൾ അതവിടെ ലൈറ്റായി നിൽക്കട്ടെ. ഇനി ഞാൻ HTMLലേക്ക് വരുന്നു. ഈ പാരഗ്രാഫിലെ ഒരു വേർഡ് ഞാൻ സ്പാൻ ടാഗിനകത്ത് കൊടുത്ത് അതിനൊരു ക്ലാസ് കൊടുക്കുന്നു. ഇതിനെ നമ്മൾക്ക് ബോൾഡ് എന്ന് വിളിക്കാം. മറ്റൊരു വേർഡിനെ സ്പാൻ ടാഗിനുള്ളിലാക്കി അതിന് ഞാൻ ബോൾഡർ എന്നും ക്ലാസ് നെയിം കൊടുക്കുന്നു. ഈ സ്പാൻ ടാഗിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ടോപ്പ് റൈറ്റ് സൈഡിൽ കാർഡിൽ പോപ്പപ്പ് ആവുന്ന വീഡിയോ കണ്ടാൽ മതി. ഇനി CSSലേക്ക് വന്ന് ക്ലാസ് സെലക്ടർ ഉപയോഗിച്ച് ഡോട്ട് ബോൾഡ് എന്നതിൽ ഞാൻ ഫോണ്ട് വെയിറ്റ് ആയി ബോൾഡ് എന്നും ഡോട്ട് ബോൾഡർ എന്നതിൽ ഞാൻ ഫോണ്ട് വെയിറ്റ് ആയി ബോൾഡർ എന്നും കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബോൾഡും ബോൾഡറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ടെക്സ്റ്റ് ഓൾറെഡി നമ്മൾ ലൈറ്റ് എന്ന് കൊടുത്തതിനാൽ ബോൾഡർ എന്ന് കൊടുത്ത ഭാഗം ലൈറ്റിനേക്കാൾ കുറച്ചുകൂടി ബോൾഡായി. എന്നാൽ ബോൾഡ് എന്ന് കൊടുത്ത ഭാഗം ഒരു ഫിക്സഡ് ബോൾഡ്നെസ് ആണ് ആവുന്നത്. ഫോണ്ടിൽ തുടങ്ങുന്ന പ്രധാന പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി. ഇനി നമ്മൾക്ക് ടെക്സ്റ്റ് എന്ന് തുടങ്ങുന്ന പ്രോപ്പർട്ടീസ് കൂടി നോക്കാം. അതിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒന്നാണ് ടെക്സ്റ്റ് അലൈൻ എന്ന പ്രോപ്പർട്ടി. ഇതിന്റെ വാല്യൂ ആയി ഞാൻ സെന്റർ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ പേജ് നോക്കൂ, പാരഗ്രാഫുകളൊക്കെ സെന്റർ അലൈൻഡ് ആയിരിക്കുന്നതായി കാണാം. ഇത് നിങ്ങൾ
വേർഡ് പാഡിലൊക്കെ ചെയ്യുന്നത് പോലെയാണ്. സെന്റർ എന്ന് കൊടുത്തപ്പോൾ സെന്റർ അലൈൻഡ് ആയി. ഇനി ഇവിടെ റൈറ്റ് എന്ന് കൊടുത്താൽ റൈറ്റ് അലൈൻഡ് ആവും. ലെഫ്റ്റ് എന്ന് കൊടുത്താൽ ലെഫ്റ്റ് അലൈൻഡ് ആവും. അതുപോലെ ജസ്റ്റിഫൈ എന്ന് കൊടുത്താൽ ടെക്സ്റ്റ് ജസ്റ്റിഫൈയും ആവുന്നതാണ്. വേർഡ് പാഡ് ഡോക്യുമെന്റ് ഒക്കെ എഴുതുമ്പോൾ ജസ്റ്റിഫൈ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെങ്കിൽ വെബ് പേജുകളുടെ കാര്യം നേരെ തിരിച്ചാണ്. ഈ ജസ്റ്റിഫൈ അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ബാക്കി മൂന്നും യൂസ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അടുത്ത ടെക്സ്റ്റിൽ തുടങ്ങുന്ന പ്രോപ്പർട്ടി നമ്മൾക്ക് ഈ ബോൾഡ് എന്ന ക്ലാസ് കൊടുത്ത സ്പാനിൽ കൊടുക്കാം. ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ നെയിം. ഇതിന്റെ വാല്യൂ ആയി ഞാൻ ലൈൻ ത്രൂ എന്ന് കൊടുക്കുന്നു. ഇപ്പൊ പേജ് നോക്കൂ. ബോൾഡ് എന്ന ക്ലാസ് കൊടുത്ത സ്പാൻ ഉള്ള ആ വേർഡ് മാത്രം സ്ട്രൈക്ക് ചെയ്തതുപോലെ വന്നിരിക്കുന്നതായി കാണാമല്ലോ. ഇതിന്റെ മറ്റൊരു വാല്യൂ ആണ് അണ്ടർലൈൻ. നിങ്ങൾ ഊഹിച്ചതുപോലെ തന്നെ ഒരു അണ്ടർലൈൻ വന്നു. മറ്റൊരു വാല്യൂ ആണ് ഓവർലൈൻ. ഇത് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. മുകളിൽ ഒരു ലൈൻ വരും. സിമ്പിൾ അല്ലേ? ഇനി മറ്റൊരു ടെക്സ്റ്റിൽ തുടങ്ങുന്ന പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്നത്. ഇതിന്റെ വാല്യൂ ആയി നമ്മൾക്ക് ആദ്യം ക്യാപിറ്റലൈസ് എന്ന് കൊടുത്തു നോക്കാം. ക്യാപിറ്റലൈസ് എന്നാൽ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആക്കുക എന്നാണ് മീനിങ്. ഇങ്ങനെ കൊടുത്താൽ ആ വേർഡ് ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയത് കാണാം. ഇനി മറ്റൊരു വാല്യൂ ആണ് അപ്പർ കേസ്. ഇങ്ങനെ കൊടുത്താൽ എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റർ ആയി മാറും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി എല്ലാം ലോവർ കേസ് ലെറ്റേഴ്സ് ആക്കാനായി ഇവിടെ ലോവർ കേസ് എന്നും കൊടുക്കാം. ഏതായാലും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളുടെ പേജിലുള്ള ടെക്സ്റ്റ് ഒക്കെ സ്റ്റൈൽ ചെയ്യുക. മുകളിലും താഴെയുമുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ മാർജിൻ ടോപ്പ് ആൻഡ് മാർജിൻ ബോട്ടം ആണെന്ന് ഓർക്കുക. ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. തൽക്കാലം ഈ വീഡിയോ ഇത്രയും മതി എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.